ഹലോ ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ തോരനാണ്. അത് നമ്മൾ അറിയാമല്ലോ എന്തൊക്കെ വേണമെന്ന്. പച്ചമുളക് വേണം, സബോള, പിന്നെ ഒരു 1.5 പടവലങ്ങ അത്രയൊക്കെ മതി. ചെറുതായിട്ട് കുരുകുരാന്ന് അരിയുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ വേണം. ഞാൻ തേങ്ങ ചെരുവിയില്ല, ഇനിയും തേങ്ങ ചിരവണം. ഇതേണ്ടത് പെട്ടെന്നെല്ലാം ചെയ്തു. തേങ്ങയും ചെരുവി. ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലോ. അതിന് നമുക്ക് എന്ത് വേണം? ഒരു പാത്രം വേണം. പാത്രം ഞാൻ കഴുകി സ്റ്റൗ ഓണാക്കി. ഇനി അത് ചൂടായി വരുന്നു. അതിനകത്ത് എണ്ണ ഒഴിച്ചു. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ കടുക് പൊട്ടി. ഇപ്പം നമ്മൾ ഇത് പടവലങ്ങ പാത്രത്തിൽ ഇട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പം അതിനകത്തുനിന്ന് ശകലം ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം പറ്റിയിട്ട് പിന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇടാവുള്ളൂ. അതിന് ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൂന കൂട്ടി വെക്കുകയാണ്. വെച്ചിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഇറങ്ങിയായിരുന്നു. പിന്നെ അതിങ്ങനെ വേഗം കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? പിന്നെ ചിലർക്ക് ഈ പടവലങ്ങയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതിനകത്ത് ഞാനൊരു കൂട്ടം ഇടുന്നുണ്ട്. നമ്മുടെ പടവലങ്ങ ഒരുവിധം വെന്തു. ഇപ്പം ഞാൻ അതിനകത്ത് ഒരു ചെറിയ മുട്ട ഇടുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ആ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ശകലം ഒന്ന് ചൂടാക്കി. പിന്നെ ഞാൻ അത് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ തേങ്ങ ഇട്ടെല്ലാം ഇളക്കി വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കരിവേപ്പില. അപ്പം ഞാൻ പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചപ്പോൾ പിന്നെ അതിൻ്റെ ഒരു മണവും സ്മെല്ലും ഒക്കെ ആകുമ്പം നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അത് ഇത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള സാധനമുള്ളൂ. അതും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് പിന്നെ നമുക്ക് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കറി റെഡി.